ഓരോരുത്തർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചായിരുന്നു. അപ്പൊ എനിക്ക് രണ്ടുപേരും പ്രാർത്ഥിച്ചു. ചെറിയൊരു പ്രത്യേക അനുഭവം ഉണ്ടായി. എനിക്കറിയില്ല എന്താന്ന്, എങ്കിലും എനിക്ക് തോന്നി കഴിഞ്ഞാൽ പറയാം. ഞാൻ ഹനിമ ചേച്ചി ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ലെഫ്റ്റ് സൈഡിന്റെ തലയുടെ ഇടതുവശത്ത് ചെറിയ മരപ്പ് പോലെ തോന്നി. ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചു അതിന് ശേഷം അതങ്ങ് മാറി. പിന്നെ റിൻസൻ ചേട്ടനെ ഓർത്ത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു പച്ച ബുക്ക് പോലെ എന്തോ സാധനം മനസ്സിൽ വന്നു. ഞാൻ അന്നേരം എഴുതി വെച്ചു വെച്ചാല് ഒരു ഗ്രീൻ ബുക്ക്. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ജസ്റ്റ് ഒരു കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് റിൻസൻ ചേട്ടൻ്റെ വണ്ടി ഓടിക്കാനുള്ള ഓർത്തിരുന്നപ്പോൾ എനിക്കൊരു പച്ച ബുക്ക് പോലെ എന്തോ ഒരു സാധനം മനസ്സിൽ വന്നു. അതിനുശേഷം ഞാൻ ബാക്കി ഓരോരുത്തരെയും പ്രാർത്ഥിച്ചു. അപ്പം പ്രത്യേകിച്ചായിട്ടൊന്നും തോന്നിയില്ല, എങ്കിലും ആ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ പറ്റി. Praise the Lord. Praise the Lord. എനിക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എനിക്കങ്ങനെ ഒന്നും ഇങ്ങനെ വിഷൻ വരെയൊന്നും വന്നില്ല. ബട്ട് ഒരു പീസ് അത് മാത്രം എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ജോസഫ് എനിക്ക് അങ്ങനെ പ്രയോഗം ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു തരിപ്പ് പോലൊരു ഫീല് വന്നായിരുന്നു. അപ്പൊ അധികം നേരം ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വന്നു പോയി, അത്രേ ഉള്ളൂ. പിന്നെ വേറെ ഒന്നും അങ്ങനെ ഒന്നും തോന്നിയൊന്നുമില്ല. സെറ്റ് ചെയ്യാൻ പറ്റി. റോഷ ഞാൻ പറഞ്ഞോണ്ടല്ലോ. പറഞ്ഞു. ഓക്കെ, റിൻസൻ. വളരെ എന്താ പറയാ, ചില നേരത്തിടയ്ക്ക് വരുന്നതാണ്. നമ്മള് ഒരുപാട് സുഖിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു വൈബ്രേഷൻ വരും. കണ്ണടച്ച് ഒരുപാട് അത് ആദ്യമേ എനിക്ക് ഒരു തോന്നാറുള്ള ആ ഒരു ഫീല് വീണ്ടും ഒന്ന് കിട്ടി. പക്ഷെ അത് ആദ്യം ആ ബ്രദറായിട്ട് ഒരുമിച്ച് ഗ്രൂപ്പിൽ വരുന്നതിന് മുന്നേ സുഖിച്ചപ്പോണ്ടായ ഒരു അനുഭവമാണ്. ഇപ്പോഴല്ല, ഗ്രൂപ്പിൽ വരുന്നതിന് മുന്നേ. പക്ഷെ അത് എപ്പോഴും കിട്ടാറില്ല. അത് ആദ്യമേ ഉള്ളൂ എനിക്ക് കിട്ടാറുണ്ട്. അത് രണ്ടാമത് ഒരു റിപ്പീറ്റ് ആയിട്ട് തന്നെ കാണാൻ പറ്റി. എനിക്ക് ഇങ്ങനെ സൂചിച്ചുകൊണ്ടിരുന്നപ്പോ മനസ്സിന് വളരെയധികം ശാന്തത അനുഭവപ്പെട്ടു. ഒരു പ്രത്യേകമായ ഒരു ശാന്തത പോലെ അനുഭവപ്പെട്ടു. ബ്രദർ, എന്തെങ്കിലും ഗൈഡൻസ്? ഇപ്പൊ മേ ബി നിങ്ങൾ 1-to-1 പ്രാർത്ഥിക്കാമോ? ഇപ്പൊ നിങ്ങൾ ജനറൽ ആയിട്ട് പ്രാർത്ഥിച്ചല്ലോ. ഇപ്പൊ യു ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് 2 പേരോ അല്ലെങ്കിൽ 3 പേരോ ആയിട്ട് പ്രാർത്ഥിക്കാമോ? 2 പേര് തമ്മിൽ. ഉദാഹരണത്തിന് മേ ബി ഹനിമ ആൻഡ് റിൻസി ആൻഡ് ജോസഫ്, നിങ്ങൾ 2 പേരും കൂടി പ്രാർത്ഥിക്കുക. ഇവിടെ അങ്ങനെ 2 പേര് വെച്ച് പ്രാർത്ഥിക്കാം. ഇപ്പൊ നിങ്ങൾ 6 ഗ്രൂപ്പ് ഉണ്ടല്ലോ ഇവിടെ. ഈ 2 പേര് വെച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ റിൻസൻ ജോസഫ് മാത്യുവിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? ഓക്കെ, ജോസഫ് മാത്യു റിൻസന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കൂ. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. ഹണീമ പറഞ്ഞ പോലെ റിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ജോസഫ് ജിബിന് വേണ്ടി പ്രാർത്ഥിക്കൂ. റോഷൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞാൻ റോഷന് വേണ്ടി പ്രാർത്ഥിക്കാം. ബ്രദർ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓക്കെ. ഒരുപാട് ശബ്ദം ഉണ്ടാക്കണ്ട. ശബ്ദമില്ലാണ്ട് പ്രാർത്ഥിക്കുക. അപ്പൊ നിങ്ങളുടെ അകത്ത് നമ്മൾ കേൾക്കാൻ പറ്റും കേട്ടോ.
Hallelujah, hallelujah, യെസ്. നീ ശാന്തമാകും. നീ ശാന്തമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യും. നീ ശാന്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത് എന്താന്ന് സംസാരിക്കൂ. നീ ശാന്തമായിട്ട് ആ, ഇനി നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിക്കൂ. ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് കിട്ടി? എന്തെങ്കിലും മെസ്സേജ് കിട്ടിയോ? എന്നോടാണോ ചോദിച്ചത്? എല്ലാവരും പറയാം, ഓരോരുത്തരായിട്ട് പറയാം. റോഷന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ കണ്ടിരുന്ന ചെറിയൊരു പൈപ്പുകൾ അടക്കി വെച്ചിട്ട് അതിന്റെ ഒരു ഹോള്, അങ്ങനത്തെ ഒരു ഫീല്. പിന്നെ ജസ്റ്റ് കുറച്ച് എൻട്രിങ് ആയിട്ട് ഒരു എന്തൊക്കെയോ എൻട്രി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വേറെ അങ്ങനെ ഒരു ഇതായിട്ട് കാണാൻ പറ്റി. അങ്ങനെ ഒരു ഇതാണ് ഫീല് മനസ്സിലേക്ക് വന്നത്. ആ ഒരു ഇതാണ് തെളിഞ്ഞു വരുന്നത്. പിന്നെ എന്താ പറയാ, ആ ഒരു എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോ ആ ഒരു വൈബ്രേഷൻ, റിപ്പീറ്റേഷൻ ആയിട്ട് അതും വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ഓരോരുത്തർ പറയാം എന്തെങ്കിലും ഇതുപോലെ. സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി. അത് മാത്രമല്ല, ഭയങ്കര ചൂടാണല്ലോ ഇപ്പോ. പക്ഷെ എന്റെ ദേഹം ഇവിടെ ഭയങ്കരമായിട്ട് തണുത്തു. ഇപ്പൊ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്തില്ലേ? ഭയങ്കരമായിട്ട് തണുത്തിരിക്കുന്നു. വെരി ഗുഡ്. ഹണീമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് വേറെ അങ്ങനെ തോന്നിയില്ല. ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് നിൽക്കുകയാണ്. ഇത്ര ഇങ്ങനെ ദേഹം ഫുൾ ഭയങ്കരമായിട്ട് തണുപ്പായി. ഇപ്പൊ കൈയെല്ലാം ഭയങ്കര തണുത്തായിട്ട് ഫീൽ ചെയ്യുന്നു. വേറെ ഒന്നും തോന്നില്ല. ഹനീമയ്ക്ക് എന്ത് തോന്നുന്നു? റോഷൻ, ഹനീമ, എനിക്ക് ഫുള്ള് ഒരു മാതിരി ഒരു ഇരുട്ടും ഒക്കെ ഇങ്ങനെ വൈറ്റ് ലൈൻ മാതിരി ഒരു വൈറ്റ്, എനിക്കറിയില്ല എങ്ങനെ ഇതുമാതിരി തോന്നുന്നു. റേസ് ഓഫ് ലൈറ്റ് ആണോ? റേ ആണോ? സംതിങ് ലൈക്ക് എ വൈറ്റ് ലൈറ്റ്. ഓക്കെ ഓക്കെ. ഇനി എനിബഡി എൽസ്? ഇല്ലെങ്കിൽ നമുക്കിനി വി ക്യാൻ ഗോ ബാക്ക് ടു അവർ പാരന്റ്. നമ്മുടെ മെയിൻ ഗ്രൂപ്പിലേക്ക് പോകാമെന്നാ ഇനി. എന്താ? ആ, എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. ആ, മെയിൻ സെഷനിലേക്ക് പോവാം. യെസ്, മെയിൻ സെഷനിലേക്ക് പോവാം. The recording has stopped.
This meeting is being recorded. Welcome back. Welcome back to the main hall. ഇപ്പോൾ നമ്മളിതൊരു ആദ്യത്തെ ഒരു സെഷനായിരുന്നു. ഒരു മിക്സ്ഡ് റിയാക്ഷൻ ആയിരിക്കും. ഇറ്റ്സ് എ ബിഗിനിങ്. നമ്മൾ ആരും ഡിസ്കറേജ് ആവരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിൽ നടക്കും. ഇതൊന്നുമില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നത് തന്നെ ഒരു വരമാണ്. പ്രാർത്ഥനാവരം. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ചിലർക്ക് ഒരു തണുത്ത ശരീരം മുഴുവൻ തണുത്ത മാതിരി തോന്നി. പ്രാർത്ഥിച്ചപ്പോൾ ഒരു വെളിച്ചം കണ്ടു. അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു ചെറിയ സിഗ്നലായിട്ടുള്ളത്, ചെറിയ സിഗ്നൽ. അപ്പോൾ പ്രാർത്ഥനാ വരം തന്നെ അഭിഷേകമാകുകയാണ്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കാരിസമാണ്. ഏറ്റവും വലിയ കാരിസമാണ് പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അപ്പോൾ അത് ഓപ്പണായി. ഇപ്പോൾ ഇനി നിങ്ങളെ ഐ ഇൻവൈറ്റ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കുണ്ടായ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോഴാണ് വീണ്ടും നമ്മളിനി നാളെ വീണ്ടും സെഷൻസ് നടത്തുമ്പോൾ നമുക്ക് കൂടുതൽ എൻകറേജ് ആവും. വി വിൽ ബി മോർ എൻകറേജ്ഡ്. ഓക്കെ, സ്റ്റാർട്ട് ഷെയറിങ് നൗ. നിങ്ങൾക്കുണ്ടായ ചെറിയ ചെറിയ അനുഭവങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ ബ്രദർ, എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ഡീപ്പ് സെൻസ് ഓഫ് ജോയ്, സന്തോഷം, നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സന്തോഷം ഐ ഫെൽറ്റ് ഇൻ മൈ ഹാർട്ട്. Praise the Lord. Very good, very good. That's a very good sign. Okay. Next, please. ബ്രദർ, എനിക്കൊരു ദാഹം ഉണ്ടായി. പെട്ടെന്നൊരു ദാഹം വരുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ ഗ്രൂപ്പ് ഷെയർ ചെയ്തായിരുന്നു. ആത്മാവിന് വേണ്ടി ദാഹിക്കണമെന്നുള്ളൊരു ബോധ്യം, ശക്തമായ ബോധ്യം ഇങ്ങനെ വരുന്നതായിട്ട് തോന്നി. അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഇപ്പം പ്രാർത്ഥന പോരാ, അങ്ങനെ ഒരു ചിന്തയാണോ? Very good, very good, very good. Yes. Thank you. Thank you, Ernest. Okay. Next, please. ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈശോയുടെ നല്ല ഇടയനായ ഈശോയുടെ ഒരു പിക്ചറിലെ ഗുഡ് ഷെപ്പേർഡ് ആ ഒരു പിക്ചറായിരുന്നു മുമ്പിൽ വന്നത്. പിന്നെ അതുപോലെ ഒത്തിരി ഈശോ നമ്മളെ നയിക്കുന്നതായിട്ടൊരു ഫീലിങ്ങും, പിന്നെ ഒരു ഈശോയുടെ ഹാർട്ടിന്റെ അടുത്തൊരു ഒരു ഹാർട്ട് പിക്ചർ തന്നെ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പൊ ഒത്തിരി സ്നേഹത്തോടെ ഈശോ നമ്മളെ നയിക്കുന്ന ഒരു ഫീലാണ് എനിക്ക്. അപ്പൊ അതില് ഈ കാരിസമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ മറ്റൊരു ഇന്റർപ്രിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഈ നല്ല ഇടയന്റെ ശബ്ദം കേൾക്കണം ആടുകൾ. അതാണ് ഇല്ലേ? ആടുകള് എങ്ങനെ നയിക്കണേ? ഇടയൻ നയിക്കുന്നത്, ഇടയനൊരു ശബ്ദം ഉണ്ടാക്കും, അത് ആടുകൾ കേൾക്കും. അപ്പോൾ അതാണ് നമ്മൾ ഇനി നമുക്കതിന് ഒരു സെഷനാണത്. എങ്ങനെ ഈ ശബ്ദം കേൾക്കണം? ഇടയൻ ആടിനെ നയിക്കുന്നു. രണ്ട് വശമാണ്. ഒന്ന്, ഈ ആടുകൾ എന്ത് കണ്ടിട്ട് ഇടയൻ്റെ പുറകെ പോണത്? സോ ദർ ഈസ് എൻ അട്രാക്റ്റിംഗ് പവർ ഓൺ ദ ഇടയൻ. ഈ ഷെപ്പേർഡിനൊരു അട്രാക്റ്റിംഗ് പവർ ഉണ്ട്. അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കാതെ ആരും എൻ്റെ അടുക്കൽ വരില്ല. അത് പരിശുദ്ധാത്മ ശക്തിയാണ്. രണ്ടാമത്, ആടുകൾ ഇടയൻ്റെ ശബ്ദം കേൾക്കുന്നു. അതാണ് നമുക്കുണ്ടാകേണ്ട വലിയൊരു കാരിസം, ലിസണിങ് ദ വോയിസ് ഓഫ് ഗോഡ്. ഓക്കെ, പിന്നെ എന്താന്ന് കണ്ടത്? ഹാർട്ട്, സ്നേഹം അല്ലേ? ഒരു സ്നേഹത്തിൻ്റെ അല്ലേ? അപ്പൊ അതാണ് പൗലോസ്ലീഹയുടെ ഈ വരദാനങ്ങളെ കുറിച്ച് 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് 13-ാം അധ്യായത്തിൽ പറയണത് എന്താ? നിങ്ങൾക്ക് എല്ലാ വരങ്ങളുണ്ടായാലും സ്നേഹം ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടാകണം. ഇപ്പം നമ്മൾ മിനിസ്ട്രി നടത്തുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഇന്നലെ ഒരു സഹോദരി പറയണ്ടായി,
അവരുടെ കൊച്ച് പാടാൻ നല്ല കഴിവുണ്ട്, പാടാൻ നന്നായിട്ട് പാടും. അപ്പോൾ അവൾക്ക് തോന്നി പള്ളിയുടെ കൊയറിൽ ഒന്ന് കയറണമെന്ന് തോന്നി. പള്ളിയുടെ കൊയറിൽ ചേർന്ന് പാടാൻ തോന്നി. പക്ഷെ അവിടെ ചെന്നപ്പോൾ കൊയർ ലീഡ് ചെയ്തിരുന്ന ചേച്ചി പറഞ്ഞില്ല, ഇത്ര വയസ്സാവാണ്ട് ചേരില്ല എന്ന് പറഞ്ഞു. അതിനെ വളരെ പ്രയാസമായി, അത് തിരിച്ചുപോയി. പിന്നെ അടുത്ത വർഷം വീണ്ടും ചെന്നപ്പോൾ പറഞ്ഞു, ഇപ്പം എനിക്ക് പറഞ്ഞാൽ ആദ്യം ചേർന്നത് 5 വയസ്സായപ്പോഴാണെന്ന് പറഞ്ഞു. അപ്പോൾ 6 വയസ്സാവാണ്ട് ചേർക്കില്ല എന്ന് പറഞ്ഞു. പിറ്റേ വർഷം ചെന്നപ്പോൾ പറഞ്ഞു 7 വയസ്സാവാണ്ട് ചേർക്കില്ല എന്ന് പറഞ്ഞു. എവാൻച്വലി അതിനെ ഒരിക്കലും ചേർത്തില്ല. അപ്പോൾ ആ കൊച്ചിന് ഭയങ്കര പ്രയാസമായി. പിന്നെ അത് ആ പള്ളിയിലേ പോകാണ്ടായി. പിന്നെ പള്ളിയിൽ പോക്കേ നിർത്തിയത്. അപ്പോൾ നമ്മൾ ഉണ്ടാകേണ്ട, അപ്പോൾ ആ കൊച്ചു കുട്ടികളെയും ഇവരെല്ലാം നമ്മൾ ഒന്നിച്ച് കൊയറിൽ ചേർത്ത് അവരുടെ ആ സ്നേഹത്തിൻ്റെ ഒരു ഭാഷയായിരിക്കണേ നമ്മൾ ചെയ്യണത്. നമ്മളിപ്പോൾ കൊയറിൽ ഇപ്പം എല്ലാവരും വലിയ പെർഫെക്റ്റായിട്ട് പാടിയില്ലെങ്കിൽ തന്നെയും അവർ പാടാൻ, ഈശോയ്ക്ക് വേണ്ടി പാടാൻ ഭയങ്കരമായിട്ട് ദാഹിച്ചു വന്നിരിക്കുമ്പോൾ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കണം. അപ്പോൾ നമ്മളുടെ ഈ മിനിസ്ട്രിയിൽ ഉണ്ടാകേണ്ട വലിയ ഒരു തരംഗം അതാണ്, സ്നേഹത്തിൻ്റെ ഭാഷയായിരിക്കണം എല്ലാം. അതാണ് പൗലോസ് പറയണത്, സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചേങ്ങലയോ ചെലമ്പുന്ന കൈത്താളമോ. നമ്മൾ വലിയ ഒച്ച കാര്യങ്ങളൊക്കെ നടത്തുമായിരിക്കും. അപ്പോൾ അതാണ് ആ ഹൃദയം കാണിച്ചു തരുന്നത്. എല്ലാ വരങ്ങളും ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ആ വരങ്ങൾ കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ളതാണ്. അതാണ് 13-ാം അധ്യായം. അതിനെ ഒരു സാൻഡ്വിച്ച് ചാപ്റ്റർ എന്നാണ് പറയുന്നത്. അതായത് 12-ാം അധ്യായത്തിൽ വരങ്ങളെക്കുറിച്ചാണ്, 14-ാം അധ്യായത്തിലും വരങ്ങളെക്കുറിച്ചാണ്. 13-ാം അധ്യായം സ്നേഹം. സോ ഇറ്റ് ഈസ് ലൈക്ക് എ സാൻഡ്വിച്ച്. 12-ഉം 14-ഉം ബ്രെഡും അതിൻ്റെ നടുക്ക് ജാമും ബട്ടറുമാണ് 13-ാം അധ്യായം. അപ്പോൾ ഈ ദിവസങ്ങളിൽ അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായ പ്രാർത്ഥന. സ്നേഹം എവിടെ നിന്നുണ്ടാവും? പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയണം. അങ്ങനെ പല മേഖലകളിലും വളരെ അലിവോടെയും വാത്സല്യത്തോടെയും നമ്മൾ, പ്രത്യേകിച്ച് യൂത്താണെങ്കിലും നിങ്ങളൊന്നും ഇപ്പോൾ യൂത്തല്ല, നിങ്ങളൊക്കെ 3-4 പിള്ളേരുടെ അപ്പനും അമ്മയും ആയി കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾക്ക് ആ വാത്സല്യം എല്ലാ മേഖലകളിലും, ഇപ്പോൾ നമ്മൾ കാറ്റഗിസം പഠിപ്പിക്കാൻ പോകുന്നുണ്ടാകും, കൊച്ചു കുട്ടികളെ ആയിരിക്കും. പക്ഷെ നമ്മൾ അവരെ വലിയ ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഒരു സ്ട്രിക്ട്നെസ്സിലൂടെ പഠിപ്പിക്കണേ അല്ല കർത്താവിൻ്റെ പദ്ധതി. വാത്സല്യത്തിലൂടെ, സ്നേഹത്തിലൂടെ, ഇടയൻ കുഞ്ഞാടുകളെ കയ്യിലെടുത്ത് മാറോട് ചേർത്ത് കൊണ്ടു നടക്കണ പോലെ. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ആ വിഷനിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, ഇനി അടുത്ത് പറയാം. യെസ് ജിബിൻ. യെസ്, ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഹനിമ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. ആ സമയത്ത് എനിക്ക് എന്റെ തലയുടെ ഇടത്തുവശത്ത് ഒരു തരിപ്പാണ് തോന്നിയത്. അപ്പം ആദ്യം ഒരു കുളിര് പോലെ വന്നു, പിന്നെ ഒരു തരിപ്പ് പോലെ വന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് വേറെ ഒന്നും തോന്നിയില്ല. അതിനുശേഷം ഞാൻ വേറൊരു നമ്മുടെ റിൻസൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്ക് ഒരു അവ്യക്തമായിട്ട് ഒരു ബുക്കാണ്, എനിക്ക് ഒരു പച്ച നിറത്തിലൊരു ബുക്കാണ് എനിക്ക് കാണാൻ സാധിച്ചത്. എനിക്കറിയില്ല എന്നാ പറയണമെന്ന്. ഒരു ബുക്കും പേനയും പോലെ എന്തൊരു സംഭവമാണ് എനിക്ക് പെട്ടെന്ന് കാണാൻ സാധിച്ചത്. ബാക്കി ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. എങ്കിലും പ്രാർത്ഥന സമയത്തൊക്കെ സന്തോഷം തോന്നി നന്നായിട്ട്. അപ്പൊ ആ ബുക്കും പേനയെന്നൊക്കെ പറഞ്ഞാൽ വലിയ സിംബോളാണ്. അതൊക്കെ വലിയ സിമ്പിൾസ് ആണ്. അത് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാന്ന് പറഞ്ഞ മോനെ? അപ്പോൾ ആ പേഴ്സൺ ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ജിബിൻ ആർക്ക് വേണ്ടിയാ പറഞ്ഞേ? റിൻസൻ. അപ്പോൾ ആ ബുക്കും പേനയും മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി വീണ്ടും പ്രാർത്ഥിക്കണം. കർത്താവ് എന്തോ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വരമായിരിക്കും. എഴുതുക എന്നുള്ളത് വലിയൊരു വരമാണ്. അപ്പോൾ ആ വരത്തിൻ്റെ ഒരു സൂചനയായിരിക്കാം അത്. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ആ ബുക്കും പേനയിലൂടെ ഒരു കാരിസം,
എഴുതാനുള്ളൊരു കാരിസത്തിൻ്റെ സൂചനയാണോ അറിയില്ല. ആ സൂചനയാണെങ്കിൽ അദ്ദേഹത്തിന് എഴുതാൻ തോന്നും, അദ്ദേഹം എഴുതാൻ ആരംഭിക്കും. അപ്പോൾ ആ വ്യക്തി ആ വരം വലുതാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഇങ്ങനെ എഴുതാനുള്ള വരം നമ്മളിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് വികസിക്കട്ടെ. ബുക്കും പേനയും കാണിച്ചു കൊടുത്തിരിക്കുന്നു. കർത്താവേ, അത് എഴുതാനുള്ളൊരു വരത്തിൻ്റെ പ്രതീകമാണെങ്കിൽ അത് വികസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തലയുടെ ഒരു വശത്തൊരു അനുഭവം തോന്നിയത്, ആ മകളെ അനുഗ്രഹിക്കണേ, ആ മകളെ അതിനെ പ്രതി അനുഗ്രഹിക്കണേ. എന്താണ് അങ്ങ് അതിലൂടെ സൂചിപ്പിക്കാനുള്ളത്? അങ്ങ് തന്നെ കൂടുതൽ ബോധ്യങ്ങൾ നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇനി അടുത്ത് പറയാം. ബ്രദറെ, എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഫ്രണ്ടില് തീനാളങ്ങളുടെ ഒരു ഷാഡോ മിന്നി മറയുന്ന ഒരു ഫീലിങ്സ് തോന്നുന്നു. പിന്നെ വേറെ എന്തെങ്കിലും? തീനാളങ്ങൾ എപ്പോഴും സ്നേഹാഗ്നി ജ്വാലയാണ്, സ്നേഹത്തിൻ്റെ ജ്വാലയാണ്. അപ്പോൾ ഇതേ ആശയം തന്നെയാണ് വരുന്നത്. നമ്മൾ ഈ വരങ്ങളെല്ലാം നമ്മളിലുണ്ട്, പക്ഷേ അത് തീനാളത്തിലൂടെ സ്നേഹത്തിലൂടെ ജ്വലിക്കുമ്പോഴാണ് വരങ്ങൾ കൂടുതൽ പ്രാവർത്തികമാകുകയുള്ളൂ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആരംഭത്തിലേ നമ്മൾ പറഞ്ഞു, വരങ്ങളെല്ലാം നമ്മളിലുണ്ട്, പക്ഷെ അത് കൂടുതൽ പ്രാവർത്തികമാകണമെങ്കിൽ നമ്മളിൽ കൂടുതൽ ദൈവസ്നേഹം ജ്വലിക്കണം, ദൈവസ്നേഹത്തിൽ നിറയണം. ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ മറ്റൊരു രാജ്യത്താണ്. എന്തിനാണ് ഈ രാജ്യത്ത് നമ്മളെ കൊണ്ടുപോയത്? നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ജോലിക്കാണ്, നമുക്ക് കാശുണ്ടാക്കാനാണ്, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ ദൈവത്തിന് ആ നാട്ടിൽ നിങ്ങളെ കൊണ്ടുപോയതിൻ്റെ ആവശ്യം ആ നാട്ടുകാർക്ക് നിങ്ങളൊരു ഉപ്പാകാനും വെളിച്ചമാകാനും വേണ്ടിയാണ്. ഉദാഹരണത്തിന് നേഴ്സിംഗ് ജോലി ചെയ്യുന്നവരുണ്ടാകാം. അപ്പോൾ ആ നേഴ്സുമാർ ആ നാട്ടിലെ മനുഷ്യരെ സ്പർശിക്കാനും അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനും അവരിൽ ക്രിസ്തുവിനെ കാണാനും ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ കണ്ടു. എല്ലാ രോഗിയും ഈശോ തന്നെയാണ്. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ശുശ്രൂഷിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്നു, നീ എന്നെ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് കുടിക്കാൻ തന്നു. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്കാ ചെയ്തത്. അപ്പോൾ അങ്ങനെ ശരിക്ക് ഡയറക്റ്റ് അവരോട് സ്നേഹം, അവരെ സ്നേഹിക്കാൻ വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ് നേഴ്സിംഗ് ശുശ്രൂഷ. അപ്പം ആതുര ശുശ്രൂഷ മേഖലയിൽ അതൊരു വശം. ഇനിയിപ്പോൾ നമ്മൾ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവരാകാം. ആ ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോഴും നമ്മൾക്ക് ചുറ്റും മറ്റ് ജാതി പല മതസ്ഥരുണ്ട്. നമ്മൾ ഇന്നലെ ഞാൻ ഇവിടെ റിഡംഡോറിസ് മിസ്സിയോയിൽ 43-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്. ജോൺ പോൾ II മാർപ്പാപ്പ, ക്രിസ്ത്യാനിറ്റി ഈസ് ഓപ്പൺ ടു യൂണിവേഴ്സൽ ബ്രദർഹുഡ്, ഫോർ ഓൾ മെൻ ആൻഡ് വിമൻ ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് ദ സെയിം ഫാദർ ആൻഡ് ബ്രദർ ആൻഡ് സിസ്റ്റർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയും പറയുന്ന ഫ്രറ്റേലി ടൂട്ടി. എല്ലാ മനുഷ്യരും ദൈവപിതാവിൻ്റെ മക്കളാണ്, യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്. ഈ മനോഭാവം, ഇതാണ് സ്നേഹത്തിൻ്റെ മനോഭാവം. അത് നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ജോലി സ്ഥലത്തും നമ്മളുടെ പ്രവർത്തന മണ്ഡലത്തിൽ എവിടെയായാലും നമുക്ക് ചുറ്റുമുള്ള ആളുകളുമായിട്ട് നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു കണക്ഷൻ വരും. അതിലൂടെ നമ്മൾ അവരിലേക്ക് സ്നേഹം പകരാനും ആ സ്നേഹം പകരാനും പലതരത്തിൽ ഈശോയെക്കുറിച്ച് സുവിശേഷ വേല ചെയ്യാൻ പറ്റും. എല്ലാ സുവിശേഷ വേലയുടെയും ആരംഭം സ്നേഹമാണ്. ഈശോ ഗലീലി മുഴുവനും ചുറ്റി സഞ്ചരിച്ചു, വീട് തോറും കയറി നടന്ന് സുവിശേഷം പ്രഘോഷിച്ചു, സൗഖ്യപ്പെടുത്തി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും വ്യക്തിപരമായ പ്രാർത്ഥനയെല്ലാം നടത്തി സ്നേഹം കൊണ്ട് നിറയുമ്പോൾ
നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവമേ ഇന്ന് ആരെങ്കിലും എൻ്റെ അടുത്ത് കൊണ്ടുവരണേ ഈശോയെക്കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ നമ്മൾ അറിയാത്ത ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ തന്നെ നമ്മളോട് വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങളുടെ എന്താ പേര്? നിങ്ങളുടെ പേര് തോമസ് പോൾ എന്നാണ്. ഓക്കെ, നിങ്ങൾ ക്രിസ്ത്യാനിയാണല്ലേ? അതെ അതെ. അതെ, നിങ്ങൾ പറയണ ആ ക്രിസ്തുവിനെ കുറിച്ച് എന്നോട് 2 വാക്ക് പറയാമെന്ന് ഇങ്ങനെ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. നിങ്ങൾ വിശ്വസിക്കണ ആ ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്ക് ആദ്യം അറിയില്ല, ഒന്ന് പറയാമെന്ന്. ഷോ, ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇപ്പം ചിലർ പറയും, ഓ അത് നിങ്ങളിപ്പോൾ അറിവൊന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ നിങ്ങളുടെ മാതിരി ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് പോകുകയാണെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമ്മൾ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ ചലനം നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് മുൻപേ പോകുന്നു എന്നാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളതിന് പരിശുദ്ധാത്മാവ് നമുക്ക് മുൻകൂട്ടി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആ അഗ്നി കണ്ടതിൻ്റെ അർത്ഥം നമ്മൾ സ്നേഹത്തിൻ്റെ വിശാലതയിലേക്ക് കൂടുതൽ പ്രവേശിക്കണം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അടുത്തത് പറയാം. പിന്നെ ചോദ്യങ്ങളും ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ചോദ്യങ്ങളും ചോദിക്കാം. ബ്രദർ, എനിക്ക് നല്ലോണം പ്രാർത്ഥിക്കാനാണ് സാധിച്ചത്, സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. വെരി ഗുഡ്. എങ്ങനെയാണ് സംഭവം? അത് തന്നെ ഒരു വരമാണെന്ന് മനസ്സിലാക്കണം. പ്രാർത്ഥനാവരം തന്നെ വലിയ ഒരു വരമാണ്, വലിയ വരമാണ്. അപ്പോൾ നമ്മളത് പ്രാക്ടീസ് ചെയ്താലേ പ്രാർത്ഥന വികസിക്കുകയുള്ളൂ. ഒരുപാട് തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ പ്രാർത്ഥനയിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. നമുക്ക് ഇത്ര ആളുകൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്കറിയില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ ഭാഷാവരത്തിൻ്റെ പ്രാർത്ഥനകളെല്ലാം. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ വളരെ എളുപ്പം തോന്നും, പ്രാർത്ഥന വളരെ എഫക്റ്റീവായിട്ട് തോന്നും. അത് നമ്മളിനി വേറെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ എടുക്കാം. ഓക്കെ, പിന്നെ അടുത്ത് പറയാം. ഓക്കെ, എന്നാൽ ഇനി ഞാൻ ബാക്കിയുള്ള അടുത്ത സെഷനിലേക്ക് ഞാൻ തയ്യാറാക്കാം. അതായത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് വർക്ക്ഷോപ്പ് എന്ന് പറയാൻ കൂടുതൽ എളുപ്പം ചെയ്യാവുന്നത് മറ്റൊരു കാര്യം, നിങ്ങൾ വീട്ടിൽ തന്നെയുള്ള നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ഇന്നോ ഇത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ രാവിലെയോ കുറച്ച് നേരം പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഒരാളെ കണ്ടോ തൊട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈശോ പറഞ്ഞു വിശ്വാസികൾക്ക് ഒരടയാളമുണ്ട്. എന്താ വിശ്വാസികളുടെ അടയാളം? അവർ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ രോഗം സുഖപ്പെടും. കണ്ടോ? അപ്പോൾ അത് എല്ലാവർക്കുമുള്ള വരമാണത്, എല്ലാവർക്കുമുള്ള വരമാണത്. രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ രോഗി സുഖപ്പെടും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളല്ല സുഖപ്പെടുത്തണേ. വി ആർ നോട്ട് എ ഹീലർ,
വി ആർ എ ബിലീവർ. മനസ്സിലായോ? അതാണ്. ഐ ആം നോട്ട് എ ഹീലർ, ഐ ആം എ ബിലീവർ. അപ്പൊ ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിനക്കിങ്ങനെ ഒരു പ്രിവിലേജ് ഉണ്ട്. നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിന്റെ ഡിഫോൾട്ട് സെറ്റിംഗ് ഇതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ട്, നമ്മൾ ദാമ്പത്യ ജീവിതമാണ്, ഭാര്യ ഭർത്താവ് മക്കള്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് വർക്കൗട്ട് ചെയ്യാനായിട്ട് അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം, കൈവച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ കൈവച്ച് കുറച്ച് സമയം പ്രാർത്ഥിക്കും. നമ്മളിതേവരെ അങ്ങനെ ചെയ്ത് കാണില്ല. അതെന്തുകൊണ്ട് ചെയ്യാത്തത്? ഈ വരം നമ്മളിലുള്ളത് അറിയാത്തതുകൊണ്ടാണ്. രണ്ടാമത്, ഞാൻ പ്രാർത്ഥിച്ചാലാട്ടെ വല്ലതും നടക്കുമോ എന്നും അറിയാത്തതുകൊണ്ടാണ്. പക്ഷെ അത് ഒന്ന് ചെയ്ത് നോക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. എനിക്ക് ആദ്യം ഉണ്ടായ അനുഭവം, എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഒരു അമ്മായിൻ്റെ കാലിന് ഇങ്ങനെ ഒരു വലിയ പഴുപ്പുണ്ടായിരുന്നു. അപ്പം ഈ വചനം എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വരികയാണ്. വിശ്വാസികൾക്ക് ഈ അടയാളമുണ്ട്. അവർ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടും. അപ്പോൾ ഞാൻ ഈ അമ്മായിയോട് പറഞ്ഞു, ഞാനൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. പിന്നെ നീ പ്രാർത്ഥിച്ചാലാട്ടെ മാറാൻ പോണ്ട. കണ്ടോ? അല്ല, ഒന്ന് പ്രാർത്ഥിച്ച് നോക്കി അയച്ചെന്താ? നോക്കി അയച്ചു, കുഴപ്പമൊന്നുമില്ല. ഇത് ചിലവുള്ള കാര്യമൊന്നുമല്ലോ. അപ്പം നമ്മളുടെ അകത്തൊരു സെറ്റപ്പ് ഉള്ളത് ഇതൊക്കെ വലിയ അച്ഛന്മാരോ വലിയ ദാനഗുരുക്കന്മാരോ വലിയ വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ചാലേ ഇതൊക്കെ നടക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ എൻ്റെ അകത്ത് എനിക്ക് തോന്നി, എൻ്റെ അകത്ത് ഈ വചനം കർത്താവ് എഴുതിയേക്കണോടത്ത് പറഞ്ഞിട്ടില്ലല്ലോ ആര് പ്രാർത്ഥിക്കണമെന്ന്. ഒറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, വിശ്വാസി. ഞാൻ വിശ്വാസിയാണോ? ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ വാസ്തവത്തിൽ നമ്മളൊരു വിശ്വാസി എന്നുള്ള നിലയിൽ ഒരുപാട് വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലുണ്ട്. ആ വിശ്വാസി എന്നുള്ള നിലയിൽ കർത്താവ് അവിടെ പ്രവർത്തിക്കും. നമ്മളല്ല പ്രവർത്തിക്കണേ, നമ്മൾ ആ വചനത്തിൽ പറഞ്ഞത് വിശ്വസിക്കുക. നീ രോഗിയുടെ മേൽ കൈവയ്ക്കുമ്പോൾ രോഗി സുഖപ്പെടും. നമ്മൾ കൈവയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ കൈവയ്ക്കണത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ആക്ഷനാണത്. ഞാൻ വിശ്വാസിയാണ്, ഈശോ പറഞ്ഞു, ഞാനത് ചെയ്യണം. ചെറിയ കാര്യമാണ്, പക്ഷെ അവിടെ ദൈവത്തിന് വലിയ അനുഗ്രഹമാണ്. കണ്ടോ, ഞാൻ പറഞ്ഞത് ചെയ്യണം. സാധാരണ നമുക്കതിനൊരു സഭാകമ്പമൊക്കെ തോന്നും. പിന്നെ ഇതെല്ലാം തോമസ് പോളിൽ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും, നമ്മളിതൊക്കെ ചെയ്യാണ്ട് നമുക്കിങ്ങനെ തോന്നും. പക്ഷെ നമ്മളൊന്ന് കൈവച്ച് നോക്ക്. ഒരിക്കലൊരു അമ്മ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ഈ പെങ്കൊച്ചി, ഇവള് 10 വയസ്സായി, പക്ഷെ ഇവളിപ്പോഴും ബെഡ് വെറ്റിംഗ് ആണ്. അത് മറ്റൊരാളോട് പറയരുതെന്നാണ് അവൾ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് അവളെ കാണാണ്ട് ഞാൻ പറയാൻ, അവൾക്ക് ഭയങ്കര ലജ്ജയാണത്. ബ്രദർ, ഒന്ന് പ്രാർത്ഥിക്കും ഇവൾക്ക് വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു, നീയല്ലേ ഈ കൊച്ചിൻ്റെ അമ്മ, നീ ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? പിന്നെ ഞാൻ പ്രാർത്ഥിച്ചാലൊട്ടും നടക്കുമൊന്നുമില്ല ബ്രദറെ. ഉണ്ടോ? ഞാൻ പറഞ്ഞു, നീ തന്നെ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്ക്. ഒരു ദിവസം പ്രാർത്ഥിച്ചാവില്ല. നീ കൊച്ചി രാത്രി കിടക്കണേക്ക് മുമ്പ് ഈ കൊച്ചിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും കർത്താവ് സുഖപ്പെടുത്തും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ദൈവവുമായിട്ട് ഭയങ്കര അടുത്താണ്. ദൈവം നമ്മളെ ഒരു അമ്മയുടെ ഗർഭത്തിൽ കുഞ്ഞിനെ ഉരുവാക്കിയ അത്രയും നാളത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ അമ്മ, അതുപോലെ ആ അപ്പൻ്റെ കുഞ്ഞാണത്. അപ്പം ഈ കുഞ്ഞുങ്ങളും മാതാപിതാക്കളുമായിട്ട് എന്ന പോലെയുള്ള കണക്ഷൻ വേറെ ആരുമായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്, വളരെ ശ്രേഷ്ഠമാണത്. അങ്ങനെ എന്ത് പറയുന്നു, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വന്ന് പറഞ്ഞു, അവർ പല പ്രാവശ്യം ഒരാഴ്ച പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചിൻ്റെ ആ ബെഡ് വെറ്റിംഗ്, ഇത് വലിയ അസുഖമൊന്നുമല്ല, പക്ഷേ ഇറ്റ്സ് സച്ച് എ ഇൻകൺവീനിയൻസ്. എന്തൊക്കെ ഇൻകൺവീനിയൻസ് ആണ്?
കുഞ്ഞിന് ഭയങ്കര ഷെയിം, ബെഡ് മുഴുവനും യൂറിനാവുന്നു. എല്ലാ ദിവസവും ബെഡ് എന്ത് ചെയ്യും, ബെഡിനെ വാഷ് ചെയ്യണോ, എന്തോരം ഇൻകൺവീനിയൻസ് ആണ്. പക്ഷേ ആ ഒരാഴ്ച പ്രാർത്ഥിച്ചപ്പോൾ കൊച്ചിൻ്റെ ഈ അസുഖം മാറി. അപ്പം നമ്മൾ വലിയ രോഗശാന്തികളിലേക്കെല്ലാം പോകുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിൽ ആവശ്യമായ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഒരു കൊച്ചിന് എപ്പോഴും മൂക്ക് വലിച്ച, നിസാര മൂക്ക് വലിച്ച, അല്ലെങ്കിൽ എപ്പോഴും തലവേദന എടുക്കണം, അങ്ങനെ നിസാര കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഇതിൽ നമ്മൾ തുടങ്ങണം. അപ്പോൾ ഇന്ന് രാത്രി, ഇത് നിങ്ങൾ രാത്രിയിലത്തെ വർക്ക്ഷോപ്പാണ്, നിങ്ങളുടെ വീട്ടിൽ തന്നെ പരസ്പരം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ പ്രാർത്ഥിക്കുന്നതിനുള്ള സഭാകമ്പം മാറണം. ഓ, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വല്ലതും നടക്കുമോ? പക്ഷേ നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ നടക്കും. അപ്പോഴാണ് നമുക്ക് ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കുമല്ലേ, ഓ ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കുമല്ലേ. നമ്മളുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിലൂടെ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ തന്നെ. എന്തിനാണ് ഈ ക്യാരിസത്തിൻ്റെ ഒക്കെ ആവശ്യം? ഈ ക്യാരിസങ്ങൾ അടയാളമാണ്. എന്തിനാണ് ഈ അടയാളങ്ങളുടെ ആവശ്യം? മറ്റ് ഒരാളും ഈശോ മിശിഹ അല്ലാതെ ആരും ഇത്ര വിശദമായിട്ട് ഈശോ എന്ത് പറയുമ്പോഴും ഇതാ രോഗങ്ങൾ മാറുന്നു. ഒന്ന് ശരീരത്തിലല്ല, വസ്ത്രത്തിൽ തൊട്ടപ്പോഴും രോഗങ്ങൾ മാറുന്നു. അവൻ ഗലീലി മുഴുവൻ ചുറ്റി നടന്നു, സകല രോഗങ്ങളും സുഖപ്പെടുത്തി എന്നാണ് പറയുന്നത്. രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി. ഇന്നത്തെ നമ്മുടെ അവസ്ഥയിൽ നമുക്ക് ഇത്രയും ആധുനികമായ മെഡിക്കൽ സയൻസും ടെക്നോളജിയും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടെങ്കിലും ഒരുപാട് രോഗങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയാണ്. കൊച്ചുകുട്ടികൾ മുതൽ പല പ്രശ്നങ്ങളാണ്. എത്ര പ്രാവശ്യം. അപ്പം ഇതിൻ്റെ എല്ലാം കാരണം നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ വരങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം അത് നമ്മുടെ ഭവനത്തിൽ തന്നെ ഉപയോഗിച്ച് നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ ഭവനത്തിൽ ഭാര്യ, മക്കൾ, വേറെ ആരെങ്കിലും ഉണ്ടോ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളൊരു ആ വരദാനങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യമില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിക്കണമെന്നെന്താ? പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരും. ഇപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഇതാണ്. ഞാനിങ്ങനെ പറഞ്ഞു, എല്ലാം പണ്ടേ പറയും, ഈശോ ഇന്ന് ആരെങ്കിലും എൻ്റെ അടുത്ത് വരണേ ഈശോയെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തൊരാൾ വന്നിരുന്നു. അപ്പോൾ ഈശോ എന്നോട് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലൊരു വേദന തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈശോ എന്താണിത്, എന്താ ഈ വേദനയുടെ കാര്യം? നമ്മളെപ്പോഴും ഈശോനോട് സംസാരിക്കണമെന്ന് പറയുന്നതാണ്. അപ്പോൾ എന്നോട് പറയാണ്, ഇപ്പോൾ വന്നിരുന്ന ആ ആളുടെ ഹൃദയത്തിലൊരു ദ്വാരമുണ്ട്. അത് നീ അയാളോട് ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മൾ എന്ത് കണക്കിലാണ് പറയണേ അയാളോട്. അപ്പം ഇതാണ് നമ്മൾക്ക് സഭാകമ്പം ഉണ്ടാകരുത്. ഒന്ന് നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, പിന്നെ ഇത് കർത്താവാണോ പറയണേ? അതിൻ്റെ ട്രെയിനിങ്ങാണ് നമുക്ക് ആദ്യം വേണ്ടത്. കർത്താവ് തന്നെയാണ് പറയണതെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും? അതിനുശേഷം അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഇത് അയാളോട് എങ്ങനെ അവതരിപ്പിക്കുന്നത്? അതെല്ലാം പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കണം. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, സഹോദര എന്താ പേര്? എൻ്റെ പേര് ഭാസ്കരൻ എന്നാണ്. അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ചോദിച്ചു, എന്നിട്ട് പറഞ്ഞ്, ഭാസ്കരൻ സാറേ, ഹൃദയത്തിന് എന്തോ ബുദ്ധിമുട്ടുണ്ടോ? ഹൃദയത്തിലൊരു ദ്വാരമുണ്ടെന്ന് എന്നോട് ഈശോ പറയണു. ഇയാളാകെ ഞെട്ടി. ഇയാൾ പറയാണ്, ഇതാരാണ് സാർ, എങ്ങനെ മനസ്സിലായി? ഇപ്പോൾ ഇന്ന് രാവിലെ ഡോക്ടർ പറഞ്ഞോളൂ. അത് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല, ആരും അറിയിച്ചിട്ടില്ല. ഞാൻ ആകെ പേടിച്ച് വരച്ചിരിക്കുകയാണ്. സാറെങ്ങനെ അറിഞ്ഞു? അത് ഈശോ പറഞ്ഞതാണ്.
ഈശോ നിന്റെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്. ഇതിന് വേറെ തെളിവ് വല്ലതും വേണോ? പറയും. ഇനി വേറെ വല്ല തെളിവും വേണോ ഇതിന്? ഞാൻ ക്രിസ്ത്യാനിയൊന്നുമല്ല. അല്ല, ക്രിസ്ത്യാനി ആവണ്ട. ഈശോ എല്ലാവരുടെയും കർത്താവാണ്. ഈശോ വന്നത് ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല ഈശോ എന്നിപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായോ ഇല്ലയോ? അപ്പോൾ വിഷമിക്കേണ്ട. ഈശോ പറയണത്, അപ്പോൾ ഇയാൾ അപ്പോഴേക്കും കരയാൻ തുടങ്ങി. എനിക്ക് എന്ത് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. ഡോക്ടർ പറഞ്ഞ് ഇത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? എൻ്റെ അടുത്ത് ഒരു പൈസയില്ല, ഞാനൊരു ദരിദ്രനാണ്. അതെ, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ സൗഖ്യപ്പെടും. കാരണം എനിക്കറിയാം ഇയാൾ അടുത്തെങ്ങനെ ഇറങ്ങിപ്പോകുന്നു. ഉടനെ ഞാനങ്ങ് പ്രാർത്ഥിച്ചു, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തിനാ കർത്താവ് അത് കാണിച്ചു തന്നത്? കർത്താവ് കാണിച്ചു തന്നത് അയാളെ സൗഖ്യപ്പെടുത്താനും അയാൾ യേശു അനുഭവം കൊടുക്കാനും യേശുവിൽ വിശ്വസിക്കാനുമാണ്. 5 മിനിറ്റേ എടുത്തോളൂ. 5-10 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും, 10 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി. ഈ നമ്മളയാളെ ഫോളോ അപ്പ് ചെയ്യാനൊന്നും നോക്കണ്ട, അത് കർത്താവ് ഫോളോ അപ്പ് ചെയ്തോളും. അയാളെ കർത്താവ് ഫോളോ അപ്പ് ചെയ്തോളും. അപ്പം ഇങ്ങനെയുള്ള കേസുകൾ, ഇങ്ങനെ വരദാനങ്ങൾ ഉപയോഗിക്കും. വരദാനങ്ങളിലൂടെ ഇപ്പം നമ്മളുടെ ആതുര ശുശ്രൂഷ മേഖലയിൽ തന്നെ ആയാൽ തന്നെയും ഈ വരദാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ രോഗികൾക്ക് അവരുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക്, അവരുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ. അപ്പോൾ വരദാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണതിൻ്റെ ചില ആവശ്യകതകളാണിത് പറയുന്നത്. എല്ലാം സുവിശേഷത്തിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം യേശു ആണ്, യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇതെല്ലാം. അതിനെ ബുദ്ധിപൂർവ്വം നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം. നമുക്കുണ്ടാകേണ്ട പ്രധാന പോയിന്റ് ഇതാണ്. ഇപ്പം നിങ്ങൾ ബഹ്റൈനിലായതുകൊണ്ട് കൂടി ഞാൻ പറയാണ്, നമ്മൾ മറ്റൊരു രാജ്യത്താണ്, ഒരു അറബി രാജ്യത്താണ്. അവിടെ അറബി രാജ്യമാണെങ്കിലും അവിടെ ലോകത്തിലുള്ള സകല രാജ്യത്തിലുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ എന്തിനാ അവിടെ കൊണ്ടുപോയേക്കണം? നമ്മളെ നാട്ടും പുറത്ത് അകമാലിയിൽ കാലടിയിൽ അവിടെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മളവിടെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു ഉപകരണമായിട്ടാണ്. അപ്പം എല്ലാ ദിവസവും എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണം എന്ന ഒരു ബോധ്യം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതല്ലേ നമ്മൾ ജീസസ് യൂത്ത് ആയിരിക്കുന്നത്. ഒരു മിഷനറി മൂവ്മെൻ്റാണ്. അപ്പോൾ ആ മിഷനറി മൂവ്മെൻറ്റിൽ നമ്മൾക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ആ മിനിസ്ട്രി, ഈ മിനിസ്ട്രി, ഇങ്ങനെ ഒരുപാട് മിനിസ്ട്രികളൊക്കെ ഉണ്ടാവും. അതൊരു വശം. പക്ഷേ മറ്റൊരു വശം, നമ്മളെപ്പോഴും എവിടെ പോകുമ്പോഴും കർത്താവ് നമ്മളെ ഉപയോഗിക്കാം, ഏതവസ്ഥയിൽ ഉപയോഗിക്കാം. അങ്ങനെ ഒരു കാര്യം കൂടി അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവണം. അപ്പോൾ അതിനെപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുന്നതിനാണ് ഈ വരദാനങ്ങളുടെ എല്ലാം ആവശ്യം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അത് കംപ്ലീറ്റ് ആകട്ടെ. നമുക്കുണ്ടാകേണ്ട ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണ് ആദ്യം സുവിശേഷം പ്രഘോഷിച്ചിരുന്നത്. ഒട്ടും ക്രിസ്ത്യാനികളില്ലാത്ത സ്ഥലത്തായിരുന്നു. അപ്പം എൻ്റെ മുദ്രാവാക്യം ഇതായിരുന്നു, യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ക്രിസ്ത്യൻസ്. യേശു വന്നപ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. ഒന്ന് പറഞ്ഞേ, യേശു വന്നപ്പോൾ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? യേശു ജനിച്ചപ്പോൾ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? യേശു വളർന്ന് 30 വയസ്സായപ്പോൾ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? യേശു പീഡ സഹിച്ച് മരിച്ചപ്പോൾ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? യേശു ഉയർത്തെഴുന്നപ്പോഴും ക്രിസ്ത്യാനി ഉണ്ടായിരുന്നോ? എപ്പോഴാണ് ക്രിസ്ത്യാനി ഉണ്ടായത്? ക്രിസ്തീയത ഉണ്ടായത് പന്തക്കൊസ്തായ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ടായി. അവരെ മറ്റുള്ളവർ പറയാൻ തുടങ്ങി, അവർ വേറൊരു ഗ്രൂപ്പാണ്. ഇപ്പം നിങ്ങൾ ജീസസ് യൂത്ത് ഗ്രൂപ്പ് എന്നൊക്കെ പറയണമാതിരി അവർ ഒരു ജീസസ് ഗ്രൂപ്പാണ്, അവർ ക്രിസ്ത്യാനികളാണെന്ന് പറയും. യേശുവിൻ്റെ പരസ്യ പ്രഘോഷണ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയേ ഇല്ല, മനസ്സിലാക്കണം.
പോയിന്റ് എപ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കണം. എന്നാൽ യേശു എന്തിനു വന്നു? യേശു എല്ലാ മനുഷ്യർക്കും വേണ്ടി വന്നു. യേശു ലോകരക്ഷകനാണ്. യേശു എല്ലാ മനുഷ്യരുടെയും പാപം ഏറ്റെടുത്തു. ഇപ്പൊ നമ്മളെല്ലാ ദിവസവും കുർബാനയിൽ പ്രാർത്ഥിക്കുന്നു, ഭൂലോക പാപം നീക്കും ദൈവത്തിന്റെ പിരാട്ടിക്കുട്ടിയായ ചോബ്രാരെയാണ് മേൽക്കറിഞ്ഞാൽ. ഇതിങ്ങനെ കൊന്ത ചെല്ലുമ്പോഴും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ ഇന്റേണൽ മീനിങ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ പിരാട്ടിക്കുട്ടിയായ ചോബ്രാനെ ഞങ്ങളുടെ മേൽക്കറിഞ്ഞായിരിക്കണേ. ഇവിടെ ഒരിക്കൽ ഒരു ജർമ്മൻകാരി ചോദിച്ചു എന്നോട്, തോമസ് പോളെ, അപ്പൊ യേശു ക്രിസ്തു ഭൂലോക പാപം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ സകല പാപം ഏറ്റെടുത്തോ എന്ന് പറഞ്ഞാൽ ഇനി വരാനിരിക്കുന്ന ആളുകളുടെയും കൂടി പാപം ഏറ്റെടുത്തോ? തീർച്ചയായിട്ടും. യേശു ക്രിസ്തു പ്രപഞ്ചത്തിലെ ആദം മുതൽ യുഗാന്ത്യത്തിൽ വരെയുള്ള ആളുകളുടെ സകല പാപവും ഏറ്റെടുത്തു. ഇനി ജനിക്കാനിരിക്കുന്നവരുടെ പാപം കൂടി യേശു ക്രിസ്തു ഏറ്റെടുത്തു. അയ്യോ, അങ്ങനെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. അതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. അതാണ്. അപ്പൊ നമ്മൾ എന്നിട്ട് അവിടെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട, നീ അത് വിശ്വസിക്കണം. എന്നിട്ട് നിന്റെ അവിശ്വാസത്തെ കുറിച്ച് നീ പരിതപിച്ച് കുമ്പസാരിക്കാൻ പറ്റുകയാണെങ്കിൽ കുമ്പസാരിക്കുക. പറ്റണ സമയത്ത് കുമ്പസാരിച്ചാൽ മതി, ദീർഘമൊന്നും പിടിക്കണ്ട. അപ്പൊ അന്ന് തന്നെ ഉച്ചയ്ക്ക് അവിടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അവള് പോയി കുമ്പസാരിച്ചു കഴിഞ്ഞിട്ട് അവള് ഭയങ്കര സന്തോഷത്തിൽ വന്നിരിക്കുകയാണ്. അവൾക്ക് ആ വിശ്വാസത്തിന്റെ ഒരു ശക്തമായ ബോധ്യം കിട്ടി. യേശു ക്രിസ്തു ഭൂലോക പാപം നീക്കിയ ദൈവത്തിന്റെ പിരാട്ടിക്കുട്ടിയാണ്. അപ്പൊ നമ്മൾ കാണുന്ന സകല ജാതി മതസ്ഥരുടെയും പാപപരിഹാരത്തിനാണ് യേശു ക്രിസ്തു വന്നതെന്നും യേശു ജനിച്ചത് തന്നെ യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ യേശു എല്ലാ മനുഷ്യരെയും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥം അതാണ്. മനുഷ്യാവതാരത്തിൽ കാറ്റഗിസത്തിൽ 523 ഒരുപാട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിൽ വന്നത് 523 521. അതിൽ പറയാണ്, ക്രിസ്തുവിൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം നാമും നമ്മുടെ ജീവിതത്തിൽ അവിടത്തോടൊത്ത് അനുഭവിക്കുവാൻ അവിടെ നിന്ന് നമ്മെ പ്രാപ്തരാക്കുന്നു. അതേ ജീവിതം അവിടെ നിന്ന് നമ്മിൽ നയിക്കുകയും ചെയ്യുന്നു. മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രൻ ഒരു വിധത്തിൽ ഓരോ മനുഷ്യനുമായി സംയോജിച്ചിരിക്കുന്നു. അതാണ്. പിന്നെ അവിടത്തോടുകൂടി ഒന്നായി തീരാൻ നാം ക്ഷമിക്കപ്പെടുന്നു, നമുക്ക് വേണ്ടിയും ഒക്കെ പിന്നെയുണ്ട്. അപ്പം നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഒരു ഭാഗമാണ് എല്ലാ ജാതി മതസ്ഥരും. ഇപ്പം നമ്മളിൽ ക്രിസ്ത്യാനികൾ ഇപ്പൊ പുതിയതായിട്ട് ക്രിസ്ത്യാനികളായിട്ടുള്ളവരുണ്ടാകും. അപ്പം അവരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. അവര് കുറച്ചു നാൾ മുമ്പ് വേറെ ഒരു സംസ്കാരത്തിലായിരുന്നു. പക്ഷെ യേശുക്രിസ്തുവിനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ, അവർ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതം മാറി. അപ്പോൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആളുകളെ നേടാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത മനുഷ്യ സമൂഹത്തെ യേശു നമ്മളിലൂടെ യേശുവിലേക്ക് ആനയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള വകുപ്പുകളെല്ലാം ഈശോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഈശോ അവരുടെ പാപം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്കറിയില്ല. അതാണ് സുവിശേഷം. നമ്മൾ അറിയിക്കേണ്ട സുവിശേഷം അതാണ്. യേശു ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ട്. നീ ക്രിസ്ത്യാനി അല്ലെങ്കിലും യേശു നിന്നെ ദൈവമാണ്. യേശു സൃഷ്ടാവാണ്. വചനത്തിലൂടെ, സൃഷ്ടിയിലൂടെ യേശുവാണ് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇത്രയും ചിന്തകൾ നമുക്ക് ഇപ്പോൾ പങ്കിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ സമയം അവസാനിച്ചു. ഇപ്പോൾ നിങ്ങളിനി ഭക്ഷണമൊക്കെ കഴിച്ച് പിള്ളേരെ കുറക്കേണ്ട സമയമായിട്ടുണ്ടാവും. നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാം. ഇപ്പോൾ അതിനു മുമ്പ് ഒരു 2-3 മിനിറ്റ് കൂടി, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി എടുക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന്, ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിന്ന്, ഇപ്പോൾ 2 മണിക്കൂർ നമ്മൾ ചെലവഴിച്ചതിൽ നിന്ന് നിങ്ങൾ വാട്ട് ആർ യു ടേക്കിംഗ് ഹോം, നിങ്ങൾക്ക് എന്ത് ഉൾക്കാഴ്ചയാണ് കിട്ടിയത്, അതൊന്ന് പങ്കുവയ്ക്കും. 3-4-5 പേരൊന്ന് പങ്കുവയ്ക്കണം. 3-4-5 പേര് ഒന്ന് പങ്കുവയ്ക്കുക. ഇന്ന് കേട്ട ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഹലോ, എനിക്ക് ഒരു ബോധ്യം കിട്ടി. എല്ലാ വരങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം. അത് നമ്മൾ അതിനെ ഉജ്ജ്വലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ദൈവം ഗിഫ്റ്റായിട്ട് എല്ലാവരുടെ ഉള്ളില് എല്ലാ ഗിഫ്റ്റുകളും നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മളത് അറിയുന്നില്ല ഉള്ളൊരു ബോധ്യത്തിലേക്ക് എത്തി. അപ്പൊ അതിനുവേണ്ടി ഇനി നമ്മളിലുള്ള ആ ഗിഫ്റ്റുകളെയൊക്കെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കണം എന്നുള്ള ഒരു ബോധ്യത്തിൽ കിട്ടി. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ബ്രദറെ, അതായത് ഇപ്പം നമ്മുടെ ഉള്ളില് നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്താകും, അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള കഴിവുണ്ടോ എന്നുള്ളൊരു ഉള്ളിൽ നിന്നൊരു തോന്നൽ പാടില്ല. അതിനെ നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മളൊരു സ്റ്റെപ്പ് മുൻപോട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കാണാൻ കഴിയുന്നുള്ള ഒരു തോട്ട് കിട്ടിയായിരുന്നു. വെരി ഗുഡ്, എക്സാക്ട്ലി. അടുത്ത ആൾ പറയാം. എനിക്ക് കിട്ടിയൊരു ബോധ്യം, ക്രിസ്തു എല്ലാവരിലും ഉണ്ട്. നമ്മുടെ ആസ് എ ക്രിസ്ത്യൻ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എല്ലാവരും ക്രൈസ്റ്റിന്റെ ഒരു മെസ്സേജ് എത്തിക്കുക. അത് എങ്ങനെയായിരിക്കും ഹോളി സ്പിരിറ്റ് വിൽ ലീഡ് us, but every day we need to pray to God to bring at least one spirit or one soul closer to God. നമ്മുടെ ഒരു എല്ലാ ദിവസത്തെ നമ്മുടെ ഒരു ആഗ്രഹമായിരിക്കണം അത്. അത് നമ്മൾ കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് അതിനുള്ള വഴികൾ ഒരുക്കി തരും. Praise the Lord. Very good. Praise the Lord. ബ്രദറെ, ഞാൻ സാധാരണ വീട്ടിലുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നാൽ ബ്രദറിന്റെ ഈ സെക്ഷന് ശേഷം ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ബലം കിട്ടൂലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഒരു അവബോധം ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് മുതൽ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ തോന്നിയിട്ടുണ്ട്. നമ്മള് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ കൂടുതൽ അനുഗ്രഹം ഉണ്ടാകുന്നുള്ളൊരു തോന്നല്, അത് ഇന്ന് മുതൽ പ്രാവർത്തികമാക്കാന്നുള്ള തീരുമാനത്തിലൂടെ എടുത്തിരിക്കുന്നു. വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു. നെക്സ്റ്റ് പ്ലീസ്. എനിക്ക് തോന്നിയത് നമുക്ക് എല്ലാവർക്കും പ്രത്യേകം ദാനങ്ങൾ അല്ലെ തന്നിട്ടുണ്ട് എന്നുള്ളൊരു ആ ഒരു ബോധ്യവും അതിനോടൊപ്പം കൂടെ തന്നെ ആ ഒരു വേർഡ് ഓഫ് ഗോഡ്, നമ്മൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്. ആ ഒരു വേർഡ് ഓഫ് ഗോഡ് അതിന്റെ മാത്രം ഇമ്പോർട്ടൻസിൽ നമ്മളത് ദൈവത്തിന്റെ കൂട്ടുവേലക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അത്രയും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വവും അത്രയും
ആ ഒരു ഇതിൽ നമ്മളെല്ലാവരിലേക്കും ഈശോയെ എത്തിക്കാനുള്ള ഒരു ആ ഒരു ദൗത്യത്തെ കുറിച്ചാണ് എനിക്ക് എന്റെ മനസ്സിലുള്ള ഒരു തോട്ട് വന്നത്. പിന്നീട് ഈ ഒരു ആ ഒരു ഇമേജിന്റെ കാര്യം ബ്രദർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അത് കുറച്ചും കൂടി ഒരു ആ ഒരു സ്നേഹത്തിന്റെ കാര്യം അതും ഒരു നല്ലൊരു തോട്ടായിട്ടുണ്ട്. താങ്ക് യു. വെരി ഗുഡ്. നെക്സ്റ്റ് പ്ലീസ്. ഒരാൾ കൂടി പറയാൻ, ഒരാൾ കൂടി പറഞ്ഞാൽ മതി. ബ്രദറെ, എനിക്ക് കിട്ടിയൊരു തോട്ട് എന്ന് വെച്ചാല് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കുമ്പോൾ ഡെഫിനറ്റ്ലി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ആ ഒരു പരിശുദ്ധാത്മാവിനെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു വിശ്വാസം മാത്രം മതി എന്നുള്ളൊരു ബോധ്യം. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സഭ നമുക്ക് അവസാനിപ്പിക്കാം. നാളെ നമ്മൾ